കഴിഞ്ഞ തവണ ഞാനിങ്ങനെ പോയപ്പോൾ സാറ്റർഡേ നൈറ്റ് അപ്പച്ചൻ എൻ്റെ അടുത്ത് എന്തോ ചെയ്യാൻ പറഞ്ഞിരുന്നു. അതൊരു സ്പെഷ്യൽ രീതിക്കാണ് ചെയ്യേണ്ടിരുന്നത്. ഞാൻ ആ രീതിയിലല്ല ചെയ്തത്, ഞാൻ എൻ്റേതായ ഒരു ആംഗിളിലാണ് ചെയ്തത്. അത് അപ്പച്ചന് ഇഷ്ടപ്പെട്ടില്ല. അപ്പച്ചൻ അത് പറഞ്ഞ് എന്നെ വഴക്ക് പറയാൻ തുടങ്ങി. എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. ഞാൻ ഭയങ്കരമായിട്ട് റേസായി പറഞ്ഞു, ഇപ്പോൾ ഇനി ഇങ്ങോട്ട് കൂടുതൽ ഡയലോഗ് ഒന്നും അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ രണ്ടുപേരും റിട്ടയർ ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ്. ഇനി ഞാനാണ് ഈ കുടുംബം നോക്കാൻ പോകുന്നത്. ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾ അങ്ങ് ജീവിച്ചാൽ മതി. ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഏൺ ചെയ്യുന്നത് ഞാനാണ്. ഇനി എൻ്റെ അടുത്ത് ഇങ്ങോട്ട് കൂടുതൽ ഡയലോഗ് അടിക്കേണ്ട. നിങ്ങളുടെ അടുത്ത് എങ്ങനെ ജീവിക്കണമെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. അത് കേട്ടിട്ട് രണ്ടുപേരും അവിടെ ഇരുന്നാൽ മതി. അല്ലാതെ കൂടുതൽ ലൈഫിൽ ഇനി ഇങ്ങോട്ട് ഉണ്ടാക്കരുത്. കൂടുതൽ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരും. ഞാനൊരു സെൽഫ് ഇൻഡിപെൻഡൻറ്റ് അഡൾട്ടാണ്. ഈ വീട് എങ്ങനെ നോക്കണമെന്ന് എനിക്കറിയാം. ഇനി ഈ വീട് ഞാൻ ഒറ്റയ്ക്ക് നോക്കും എന്ന് പറഞ്ഞ് ഞാൻ ടേബിളിൽ ഒരൊറ്റ അടി അടിച്ചതും എൻ്റെ വീട്ടിൽ കറണ്ട് പോയി. രാത്രി 12:30 കറണ്ട് പോയപ്പോൾ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ അമ്മയുടെ മുഖത്തേക്ക് ഞാൻ നോക്കി. ഇലക്ട്രിസിറ്റി ബോർഡിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ അമ്മ പുറത്തേക്ക് നോക്കിയപ്പോൾ ബാക്കി എല്ലാ വീട്ടിലും കറണ്ട് ഉണ്ട്, ഞങ്ങളുടെ വീട്ടിൽ മാത്രം കറണ്ട് ഇല്ല. ഞാൻ ഇറങ്ങിപ്പോയി മെയിൻ സ്വിച്ചിൻ്റെ അവിടെ പോയി നോക്കിയപ്പോൾ ഫ്യൂസ് കത്തിപ്പോയതാണ്. ഓക്കെ, ഫ്യൂസ് കത്തിപ്പോയി. ഞാനൊരു സെൽഫ് ഇൻഡിപെൻഡൻറ്റ് അഡൾട്ട് ആണെങ്കിലും ഫ്യൂസ് കെട്ടണം എന്നുള്ളത് ഒരു സെൽഫ് ഇൻഡിപെൻഡൻറ്റ് അഡൾട്ടിൻ്റെ സ്കോപ്പിലുള്ളതാണ് എന്ന് എനിക്കറിയില്ലായിരുന്നു. ഫ്യൂസ് കത്തിപ്പോയി. ഇപ്പം എനിക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നല്ലെങ്കിൽ ഞാൻ തിരിച്ചു പോയി എൻ്റെ അപ്പച്ചൻ്റെ അടുത്ത് അപ്പോളജൈസ് ചെയ്ത് പറയുക, ഞാൻ ആക്ച്വലി ഒരു സെൽഫ് ഇൻഡിപെൻഡൻറ്റ് അഡൾട്ട് അല്ല, ഈ ഫ്യൂസ് ഒന്ന് കെട്ടിത്തന്നാൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞ് അപ്പച്ചൻ്റെ കൊടുക്കുക. അതാണ് ഒരു സെൻസിബിൾ ഓപ്ഷൻ. അല്ലെങ്കിൽ ഞാൻ തന്നെ സ്വയം എങ്ങനെ ഫ്യൂസ് കെട്ടണം എന്ന് പഠിച്ച് ഫ്യൂസ് കെട്ടുക. അത് ഒരുപാട് സമയം എടുക്കാൻ പോകുന്ന ഒരു സാധനമാണ്. രാത്രി 12:30. പക്ഷേ എൻ്റെ മെയിൽ ഈഗോ എന്നെ കൊണ്ട് രണ്ടാമത്തെ ഓപ്ഷൻ ചൂസ് ചെയ്യിപ്പിച്ചു. എൻ്റെ അപ്പച്ചൻ്റെ മെയിൽ ഈഗോ കാരണം രാത്രി 12:30 ഒരു മെഴുകുതിരിയും കൊണ്ട് അപ്പച്ചൻ കുളിക്കാൻ കയറി. ഇവൻ എൻ്റെ ഹെൽപ്പ് വേണമെങ്കിൽ ഇവൻ വന്ന് ആ ബാത്റൂമിൽ തട്ടി അപ്പച്ചൻ ടാപ്പ് ഓഫ് ചെയ്ത് ഡോറ് തുറന്ന് ചോദിക്കും എന്ത് പറ്റി. ഞാൻ പറയുമില്ല. അപ്പൊ ഞാൻ പറയണം, അല്ല ഫ്യൂസ് കത്തിപ്പോയി, ഒന്ന് ശരിയാക്കാം, ഞാൻ വരാം എന്ന് പറഞ്ഞ് ഡോർ അടയ്ക്കും. ഇതാണ് അപ്പച്ചൻ്റെ മനസ്സിൽ. അതെനിക്ക് മനസ്സിലായി.